ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒത്തിരി ഓർഡറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം അയച്ചിട്ടുണ്ട്. ഇനി ഹൈഡ്രാഞ്ചിയൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഓർഡർ ചെയ്തവർക്ക് മാത്രമേ അയക്കാനുള്ളൂ കേട്ടോ. അത് നമ്മൾ ഈ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വെച്ചിട്ടുണ്ട് എന്തായാലും അയക്കും. ആദ്യത്തെ 10 പേർക്കായിരുന്നു നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഹൈഡ്രാഞ്ചിയ കോംബോ വാങ്ങുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ചധികം പ്ലാന്റ്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായോ? നല്ല ഭംഗിയുണ്ട് അല്ലേ? കൊല കുത്തി മുല്ലപ്പൂ താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നും. ഇതാണ് റൈറ്റിയ അഥവാ വാട്ടർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. വൈറ്റ് കളറിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടായിട്ട് അതിങ്ങനെ ചെത്തി പോലെ തൂങ്ങിക്കിടക്കും. അത് തന്നെയാണ് ഏറ്റവും ഭംഗി ഈ പ്ലാന്റിൻ്റെ. പിന്നെ ഇതിൻ്റെ മണം, ഇതിൻ്റെ ആ ഗന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. നല്ല സുഗന്ധം തരുന്ന ജാസ്മിൻ്റെ അതേ സുഗന്ധം തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ റൈറ്റിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അപ്പോൾ ഈ റൈറ്റിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ ബുഷായിട്ട് നമ്മുടെ ചെറിയൊരു പോട്ടിലായിട്ട് നിർത്താൻ പറ്റും. അതല്ല നിങ്ങൾക്ക് കുറച്ച് ഹൈറ്റ് വെച്ചിട്ട് ഇത് പൂക്കൾ ഉണ്ടാകുന്നതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മെലസ്റ്റോമ കട്ട് ചെയ്ത് നിർത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ റൈറ്റിയ പ്ലാന്റ്സും കട്ട് ചെയ്ത് നിർത്താൻ പറ്റും കേട്ടോ. ഒത്തിരി ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ റൈറ്റിയ അഥവാ വാട്ടർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൻ്റെ മൊട്ടും പൂവും കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ? നല്ല കൊലകുത്തി മൊട്ടുകളുണ്ടായിട്ട് ഇതുപോലെ പൂക്കളായി കിടക്കും. ഇതിൻ്റെ പൂക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ മുല്ലപ്പൂ മാതിരിയുള്ള പൂക്കളായിരിക്കും. അത്ര വെള്ള കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഈ റൈറ്റിയ പ്ലാന്റ്സ് നമുക്കൊരു 7 ഇഞ്ച് 8 ഇഞ്ച് പോട്ടിലൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേടും വരാത്ത ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. എനിക്കിതിൻ്റെ മൊട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പൂവിനേക്കാളും ഒന്നും കൂടി ഇഷ്ടം മൊട്ടാണ് കേട്ടോ. മൊട്ടും പൂവും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണ്. അപ്പോൾ ഈ റൈറ്റിയൻ്റെ സെമി മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ റേറ്റ് ഞാൻ ഓൾറെഡി ആദ്യമേ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 240 രൂപയാണ് റേറ്റ് വരുന്നത്. ഞാൻ പ്ലാന്റ് സൈസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് പൂവായിട്ട് നിൽക്കുന്ന റൈറ്റിയ പ്ലാന്റ് അല്ലെങ്കിൽ വാട്ടർ ജാസ്മിനെ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ, വളരെ കുഞ്ഞു ഇലകളായിരിക്കും കേട്ടോ. ഇതിനിങ്ങനെ പൂ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് അത്രയ്ക്ക് ഭംഗിയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റൈറ്റിയ അല്ലെങ്കിൽ വാട്ടർ ജാസ്മിൻ്റെ പ്ലാന്റ് സൈസ് ഇത്രയും സൈസായ വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസ് വരുന്ന ഇത്രയും സെമി മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റിനാണ് 240 രൂപ വരുന്നത് കേട്ടോ. പൂവൊക്കെ ആകാനായ പ്ലാന്റ്സാണ് നമ്മൾ തരുന്നത്. അപ്പം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി കൊടുക്കുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ എവിടെയായാലും നമ്മൾ പ്ലാന്റ് നല്ല സേഫായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സ്പീഡ് പോസ്റ്റും ഡെലിവറി അതുപോലെ തന്നെ DTDC ഒക്കെ വഴിയാണ് നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഈ റൈറ്റിയ പ്ലാന്റ്സിന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആയുർവേദ ഗുണങ്ങൾ എന്തോ മെഡിസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് പുറമെ വളരെ ഡിമാൻഡുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഈ റൈറ്റിയ അഥവാ വാട്ടർ ജാസ്മിൻ. അടുത്ത പ്ലാന്റ് നോക്കിക്കേ, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഒന്നിനോടൊന്ന് മെച്ചമെന്നൊക്കെ പറയാം അല്ലേ? ബ്ലൂ ഫൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതിങ്ങനെ ബോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, കുറേ ബ്രാഞ്ചസ് വന്നിട്ട് ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇത് നമുക്ക് മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഇങ്ങനെ തളർപ്പ് വന്നിട്ട് ഇതുപോലെ നിൽക്കും. ഒത്തിരി ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാൻ. ഇതിൻ്റെ ലീവ്സാണ് ഏറ്റവും കൂടുതൽ ഭംഗി വരിക. നമ്മൾ സെനേറിയോ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റില്ലേ, അതുപോലെ തന്നെയാണ് ഈ ബ്ലൂ ഫൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റും. ഇത് കണ്ടോ, ഒരു ചെറിയൊരു ലൈറ്റ് ബ്ലൂ കളറും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനും ഒക്കെ കൂടി മിക്സഡ് ആണ് ഈ ബ്ലൂ ഫൈൻ പ്ലാന്റിന് വരുന്നത്. അപ്പോൾ ഇതേ സൈസിലുള്ള ഇതേ പ്ലാന്റിനാണ് ഈ 320 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 320 രൂപയ്ക്ക് ഒരു പ്രത്യേക ഒരു ബ്ലൂ ഫൈൻ പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അടുത്ത പ്ലാന്റ് നോക്കിക്കേ, കണ്ടു വല്ല പരിചയമുണ്ടോ? ഇതാണ് റോസ് ഗ്ലോറി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കേട്ടോ. റോസ് ഗ്ലോറിൻ്റെ പൂക്കളും മൊട്ടും തമ്മിൽ നല്ല കളർ വ്യത്യാസമുണ്ട് അല്ലേ? ഉണ്ടാകുമ്പോൾ ഒരു ഡാർക്ക് റോസ് കളറായിരിക്കും ഇതിൻ്റെ മൊട്ട് വരിക. പൂക്കൾ വിരിയുമ്പോൾ കണ്ടോ, ലൈറ്റ് പിങ്ക്, ഒരു ബേബി പിങ്ക് കളറിലാണ് പൂക്കൾ ഉണ്ടാവുക. ഇത് പൂവ് വിരിഞ്ഞ് തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. വിരിഞ്ഞ പൂക്കളുള്ള പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ റോസ് ഗ്ലോറി വളരെ ഹൈറ്റ് കുറയുമ്പോൾ തന്നെ ഇത്രയും സൈസ് ആകുമ്പോഴത്തേക്ക് ഇത് പൂവാകാൻ തുടങ്ങും. നമ്മുടെ ഇവിടെ പൂവായതിൻ്റെ ഒരു വീഡിയോയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ റോസ് ഗ്ലോറീൻ്റെ അടിപൊളി പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടെ പൂവായി നിൽക്കുന്ന റോസ് ഗ്ലോറി പ്ലാന്റ്സ് ഒന്ന് കാണിച്ചു തരാം.
കണ്ടോ? നേരത്തെ കണ്ട റോസ് ഗ്ലോറി ആണോ? ഇപ്പം ഒന്ന് നോക്കിക്കേ. ഇത് പൂവ് കംപ്ലീറ്റ് ആയി വിരിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ വിരിഞ്ഞ് അങ്ങ് വരുന്നതേ ഉള്ളൂ. ഇതാ ഈ ഒരു സൈസ് ആകുമ്പോഴത്തേക്കും റോസ് ഗ്ലോറിയിൽ പൂക്കളുണ്ടായി തുടങ്ങും. ഇത്രയ്ക്ക് ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ഇതിന് റേറ്റും വരുന്നുണ്ട്. 450 രൂപയാണ് ഈ റോസ് ഗ്ലോറി പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ ഈ ഒരു സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരിക. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് ഈ റോസ് ഗ്ലോറി പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കിയാലോ? കണ്ട് ഒത്തിരി പരിചയമുള്ള പ്ലാന്റ് ആയിരിക്കും അല്ലേ? കാണുമ്പോൾ അലമാണ്ടയൊക്കെയാണെന്ന് തോന്നും. അലമാണ്ട അല്ല, മാണ്ടിവില്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. മാണ്ടിവില്ല നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മാണ്ടിവില്ല. നമുക്ക് ഒരു ക്ലിംബറൊക്കെ ആയിട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന, അതായത് ഒരു കോലൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കയറ്റി വിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് മാണ്ടിവില്ല. മാണ്ടിവില്ലേൻ്റെ നല്ലൊരു പിങ്ക് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സും മൊട്ടും ഒക്കെ ആയി നിൽക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 170 രൂപയാണ്. ഞാൻ ഈ മാണ്ടിവില്ല പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് അയച്ചു തരുന്ന സൈസുള്ള പ്ലാന്റ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരിക. അപ്പോൾ വിത്ത് ഫ്ലവർ അല്ലെങ്കിൽ ബഡ്സോട് കൂടിയാണ് നിങ്ങൾക്ക് മാണ്ടിവില്ല സ്വന്തമാക്കാൻ പറ്റുക. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് കണ്ടു നോക്കിയാലോ? അടുത്തത് നോക്കിക്കേ, നമ്മുടെ അലമാണ്ട പ്ലാന്റിലെ അലമാണ്ട പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഏതാ കളറൊന്നും നമുക്കറിയത്തില്ല, പക്ഷേ മിനിയേച്ചർ ആയിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞു ലീവ്സ് ഒക്കെ വരുന്ന ഒരു അലമാണ്ട വെറൈറ്റിയാണ്. ഇതിന് റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ആകും. വളരെ കുറച്ച് പ്ലാൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.